ഇതെല്ലാം നല്ല നിമിത്തങ്ങളായി ഞാൻ കാണുന്നു. ഇപ്പോൾ കുട്ടി സമാധാനത്തോടെ പോയിക്കോളൂ. അവനൊന്നും സംഭവിക്കില്ല. ദേവിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. നന്നായിരട്ടെ. പോയിക്കോളൂ. ഡീറ്റെയിൽസ് അല്ലേ ഇതിലുണ്ട്. നിങ്ങളെന്താ പുറപ്പെടാറായില്ലേ? ഞാൻ എപ്പോഴേ റെഡി. കാവേരിയപ്പച്ചിയും അമ്മു റെഡിയായോന്നറിയില്ല. പറഞ്ഞു കേട്ടത് വെച്ച് അമ്മുവിന്റെ വീട്ടുകാർ നമ്മളെപ്പോലുള്ളവർക്ക് സഹകരിക്കാൻ കൊള്ളാവുന്ന കൂട്ടരല്ല. നീയും അമ്മും കാവേരിയപ്പച്ചിയും അന്ന് നമ്മൾ താമസിച്ച ലോഡ്ജിൽ കഴിയുന്നാവും നല്ലത്. എടാ, പിന്നെ അവളുടെ വീട് അടുത്തുള്ളപ്പോ അവളെ ലോഡ്ജിൽ താമസിപ്പിക്കുന്നത് ശരിയാണോടാ? മാത്രമല്ല, വരുന്ന വിവരം അവരറിയുകയും ചെയ്തു. എടാ, അമ്മുവിനെ തനിച്ചാ വീട്ടിൽ താമസിപ്പിക്കാൻ പാടില്ല. കാവേരി അപ്പച്ചിക്കൊപ്പം അവൾ അവിടെ നിൽക്കട്ടെ. നീ ലോഡ്ജിൽ കഴിഞ്ഞാ മതി. ഏതായാലും അങ്ങോട്ട് ചെല്ലട്ടെ. അതിൽ ആലോചിക്കാൻ എന്താ ഉള്ളത്? നീ ആ വീട്ടിൽ ഒരു രാത്രി ചെലവഴിക്കുന്നത് നാണക്കേടാ. നിന്റെ ആരുമല്ല അവര്. അതെനിക്കറിയാലോടാ. സഞ്ജു റെഡിയായോ? ഞാൻ ഇറങ്ങാൻ പോവാ. കാലിന് പ്രശ്നമൊന്നുമില്ലല്ലോ? അത് സുഖായി. ചെറിയൊരു പെയിൻ ഉണ്ടെങ്കിലും അമ്മ ഇത് മാറ്റിത്തരുമെന്ന് എനിക്കറിയില്ലേ. അതല്ലേ അവളോട് ഞാനത് പറഞ്ഞത്. അല്ല, അങ്ങനെ നടന്നോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. സച്ചി ഇന്നലെ ഉറങ്ങാൻ പോയില്ലേ? അമ്മ വന്ന് തൈലിട്ട് തിരുമ്മി. അമ്മും കാവേരിയപ്പച്ചിയും റെഡിയായോ? എങ്കിൽ നമുക്ക് ഒന്നിച്ചിറങ്ങാം സഞ്ജു. അവള് രാവിലെ എണീറ്റ് ക്ഷേത്രത്തിൽ പോയിരിക്കുക. ഇന്നലത്തെ വിവരങ്ങൾ അറിഞ്ഞ് സഞ്ജുവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയതാ. സഞ്ജുവിന്റെ അമ്മയുടെ തനി പകർപ്പ അമ്മു. ഞാനിത് പ്രതീക്ഷിച്ചു തന്നെയാ. സ്വാതിക്കില്ലാത്ത ഉത്കണ്ഠ എന്റെ കാര്യത്തിൽ അവൾക്കെന്തിനാ? സ്വാതി പറഞ്ഞത് 100% സത്യം. ഇവന്റെ അമ്മയുടെ മറ്റൊരു മുഖം ഞാൻ അമ്മുവിൽ കണ്ടത്. മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ സ്വന്തം ഇഷ്ടമായി കണ്ട് ജീവിക്കാൻ ഈ കാലത്ത് ഏത് പെണ്ണിന് കഴിയും? എന്നാ ശരി, ചർച്ച നടക്കട്ടെ. ഞാൻ ഇറങ്ങുന്നു. എടാ, നിന്റെ മറ്റു ബാഗോടെ? രാജു അതെടുത്ത് കാറിൽ കൊണ്ടുവച്ചോ. സഞ്ജു നാളെ തിരിച്ചെത്തില്ലേ? രാത്രിയിൽ എത്താൻ കഴിയുന്ന പ്രതീക്ഷ. ഞങ്ങള് തിരിച്ചെത്താനും രാത്രിയാവും. ഇന്നും നാളെ എനിക്ക് ബോറടിയാ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? അശ്രദ്ധ കൊണ്ടുപോലും കഴുത്തിൽ നിന്ന് ഈ താലിമാല അഴിഞ്ഞു പോകരുത്. ഇത് കുട്ടിയുടെ കഴുത്തിലാണ് കിടക്കുന്നതെങ്കിലും ഭർത്താവിന് ചുറ്റുമുള്ള രക്ഷാവലയമാണ് ഈ താലിമാല. നിന്നെ അന്വേഷിച്ചിട്ട് കാവേരി ഇപ്പൊ മുകളിലേക്ക് പോയതേ ഉള്ളൂ. എന്താ മോള് വൈകിയേ? ക്ഷേത്രത്തില് നല്ല തിരക്കുണ്ടായിരുന്നു മുത്തശ്ശി. അല്ല, മുത്തശ്ശൻ അവിടെ? ഗുളിക കഴിച്ച് ഒന്ന് മയങ്ങിയതേ ഉള്ളൂ. ഒന്ന് നിന്നെ. എന്താ മുത്തശ്ശി? ഇനിയിപ്പോ നാളെയല്ലേ നിന്നെ കാണാൻ പറ്റൂ. ചേച്ചി ഇവിടെ ഉണ്ടല്ലോ മുത്തശ്ശി. നീ ഇല്ലെങ്കിൽ ശ്രീകുട്ടി മുറിയിലായിരിക്കും. അല്ലെങ്കില് അവള് കൂട്ടുകാരികളെ കാണാൻ പോവും. നീ ക്ഷേത്രത്തിൽ നിന്ന് എത്തിയോ? ശ്രീകുട്ടി പറഞ്ഞു അമ്മു ക്ഷേത്രത്തിൽ പോയ വിവരം ഞാൻ അറിയുന്നത്. ദേവി, അല്ല ഇതെന്തിന്റെ പ്രസാദം അമ്മു? അത് ശത്രുസംഹാര പൂജയുടേതാ. അതെന്തായാലും നിനക്ക് വേണ്ടിയാവില്ല അല്ലേ? സഞ്ജുവിന് വേണ്ടി പൂജ നടത്താൻ പോയതാ അമ്മ. സഞ്ജുവിന് വേണ്ടി നടത്തിയ പൂജയല്ലേ? സഞ്ജുവിന് കുങ്കുമം തൊട്ട് കൊടുക്ക്. പ്രസാദം തൊടാൻ മടിക്കുന്നത് എന്തിനാ? സഞ്ജു യാത്ര പോകാൻ ഇറങ്ങിയതല്ലേ? പൂജ നടത്തിയ ആള് തന്നെ അത് ചെയ്താലല്ലേ ഫലം ഉണ്ടാവും, അല്ലേ അമ്മ? അതെ മോളെ, മോള് തൊട്ടുകൊടുക്ക്.
അവളെ ഞാൻ വല്യേച്ചി വേണ്ട. കവിത വല്യേച്ചി. എനിക്ക് കുങ്കുമമില്ലേ? മോൻ തന്നെ തൊട്ടോ. മുത്തശ്ശി, ഞാൻ പോയിട്ട് വരട്ടെ. ശരി മോനെ, എല്ലാം നമുക്ക് അനുകൂലമായിട്ട് വരട്ടെ. നാളെ തന്നെ വരണേ മോനെ. ആ, ദൂരെയൊന്നും അല്ലല്ലോ മുത്തശ്ശി, എറണാകുളം വരെയല്ലേ. പോയിട്ട് വരാമേ. സച്ചി ശരിടാ. ആ പെണ്ണ് സഞ്ജുവിന്റെ നെറ്റിയിൽ കുങ്കുമം തൊടാൻ ധൈര്യം കാണിച്ചു. അവളെ ആരാ? അവന്റെ ഭാര്യയോ? ഭാര്യയാകാൻ പോകുന്നവള് തന്നെയല്ലേ അവൾക്ക് അതിനുള്ള അധികാരം കൊടുത്തത്, അതും അവന്റെ അമ്മയുടെ മുന്നിൽ വെച്ച്. നീ എന്നെ പിടിച്ചു നിർത്തിയില്ലായിരുന്നെങ്കിൽ ഈ കാഞ്ചന ആരാണെന്ന് അവക്ക് ഞാൻ കാണിച്ചു കൊടുത്തേനെ. അവളെ എടുത്ത് തലയിൽ വെച്ചിരിക്കുന്നവരുടെ മുന്നിൽ വെച്ച് ഞാൻ അവളുടെ മുഖത്തടിച്ചേനെ. എന്തിനടി നീ എന്നെ തടഞ്ഞത്? വല്യേച്ചി അങ്ങോട്ട് പോകാതിരിക്കാൻ. അല്ലെങ്കിൽ മോള് തന്നെ വല്യേച്ചിയെ നാണം കെടുത്തി വിട്ടേനെ. ശ്രീകുട്ടി അത് ചെയ്യില്ലെന്ന് വല്യേച്ചിക്ക് തോന്നുന്നുണ്ടോ? ഇതുപോലെ തലവേദനയാണെന്ന് പറഞ്ഞു കിടന്ന സഞ്ജുന്റെ നെറ്റിയില് അമ്മ കുങ്കുമം തൊടാൻ പോകുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. സഞ്ജുന്റെ റൂമിൽ നിനക്കെന്താ കാര്യം? ഞാനത് ചോദ്യം ചെയ്യാൻ ചെന്നപ്പോ അവൻ എന്നെ മാന്യമായി അപമാനിച്ചു വിട്ടു. എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നത്? ഇത് ഈ വീടിന്റെ ശാപോ വല്യേച്ചി. വലിഞ്ഞുകയറി വന്നവർക്കാ എന്നും ഈ വീട്ടിൽ സ്ഥാനം ഉണ്ടാവുന്നത്. വല്യേച്ചി താഴെ പോയ ശ്രീദേവിയുടെ മുന്നിൽ വെച്ച് ശ്രീകുട്ടി തന്നെ വല്യേച്ചി അപമാനിച്ചനെ. ആ പെണ്ണിനെതിരെ എന്ത് പ്രശ്നം ഉണ്ടായാലും ഇവിടെ ഉള്ളവർ അവളുടെ ഭാഗത്തെ നിൽക്കൂ. എനിക്കിത് കണ്ടും കേട്ടും നിൽക്കാൻ പറ്റില്ല കവിതേ. ഞാനത് ശീലിച്ചിട്ടുമില്ലേ. മംഗലശ്ശേരിയിൽ അത് ശീലിച്ചേ പറ്റൂ. വീട്ടുപണിക്കാരി പെണ്ണിന്റെ മുന്നിൽ ഞാൻ മാപ്പ് പറഞ്ഞാന് വല്യേച്ചിയും സാക്ഷിയല്ലേ. സഞ്ജുവിന്റെ നെറ്റിയിൽ ഒരു ഭാര്യയുടെ സ്വാതന്ത്ര്യത്തോടുകൂടി ആ പെണ്ണ് കുങ്കുമം വെച്ചു കൊടുക്കാൻ വളർന്നെങ്കിൽ അത് അവളെ കുടുംബത്തിൽ കയറ്റിയ ഈ നിൽക്കുന്ന വല്യേച്ചിയുടെ ഏറ്റവും വലിയ പിടിപ്പുകേടാ. മോൾക്ക് വളം വെച്ചു കൊടുക്കുമ്പോൾ ഓർക്കണമായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. ഉള്ള പൈസ കൊണ്ട് പറഞ്ഞതൊക്കെ വാങ്ങാൻ പോയിരിക്കുക കുഞ്ഞൂട്ടൻ. വായി വെച്ച് കഴിക്കാൻ കൊള്ളാവുന്ന വേണ്ടേ കൊടുക്കാൻ? അവരെത്തുമ്പോ എന്തായാലും സന്ധ്യയാവും. അത്താഴത്തിന് ഒരുക്കിയാ മതി. പിന്നെ രാവിലെയുള്ള കാപ്പി കുടി. ലച്ചു അവനും വരുമെന്നുള്ള പ്രതീക്ഷയിലാണോ അമ്മ? അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഭക്ഷണം ഒരുക്കുന്നേ? എനിക്ക് തോന്നുന്നില്ല അവനും അവളും വരുമെന്ന്. കുഞ്ഞൂട്ടൻ അവളെ വിളിച്ചപ്പോ എന്താടി പറഞ്ഞത്? വരുന്നുണ്ടെന്ന് തന്നെ പറഞ്ഞത്. അവള് വന്നില്ലെങ്കിൽ അവളെ തേടി ഞാൻ പോവും. അവള് വരും. അല്ലെങ്കിൽ അവൻ ഇത്രയും തയ്യാറെടുപ്പ് നടത്തില്ല. അളിയനും പെങ്ങൾക്കും താമസിക്കാനുള്ള മുറിയൊരുക്കലായിരുന്നു ഇതുവരെ. അവന്റെ കയ്യിലുള്ള കാശുമായിട്ട് ആ സാധനങ്ങൾ വാങ്ങാൻ പോയിരിക്കുന്നത്. വന്നാൽ തന്നെ ഉടനെ പോവാനാണ് സാധ്യത. അവനെ പോലെ ഒരുത്തൻ ഇവിടെ താമസിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ഒന്ന് വന്നു കിട്ടിയാ മതി. ഞാൻ വിട്ടിട്ട് വേണ്ടേ? നരേന്ദ്രനോടൊന്ന് മാറി നിൽക്കാൻ പറഞ്ഞ അവനത് വലിയ ക്ഷീണാവൂടാ. അമ്മ അങ്ങനൊന്നും പറയല്ലേ. അളിയന് വലിയ അപമാനമാവും അത്. അവനും കൂടി ലച്ചുവിന്റെ കൂടെ ഉള്ള സ്ഥിതിക്ക് ഒരു അതിക്രമത്തിനും അളിയൻ പോവില്ല. നരേന്ദ്രൻ നമ്മൾ കരുതുന്ന പോലൊന്നും അല്ലടാ. ആ പെണ്ണിനെ കണ്ട അവനെല്ലാം മറക്കും. രക്ഷപ്പെടാനുള്ള നമ്മുടെ അവസാനത്തെ കച്ചിത്തുരുമ്പാ ഇത്. ഇതും കയ്യിന്ന് പോയാ പിന്നെ ആനന്ദവല്ലി ഉണ്ടാവുമെന്ന് നിങ്ങൾ ആരും കരുതണ്ട. പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ കഴിഞ്ഞു പോയാൽ മതിയായിരുന്നു. അതിനിട വരുത്തണേ എന്റെ പെരുവണ്ണാപുരത്തമ്മേ. അമ്മ പറഞ്ഞ നേരാ. അവള് വരട്ടെ എന്ന് അളിയൻ ആവർത്തിച്ച് ഉരുവിടുന്നുണ്ട്. എന്താണ് മനസ്സിലിരിപ്പെന്ന് മാത്രം അറിയില്ല. ആ, അമ്മയ്ക്ക് ഇന്ന് രാത്രിയും നാളെ രാവിലെയും കഴിക്കാനുള്ള ടാബ്ലറ്റ് ഇത് മറന്നുപോയല്ലേ? നാളെ രാത്രി കഴിക്കാനുള്ള മരുന്ന് ഞാൻ വന്നിട്ട് എടുത്തുതരാം. നീ പോയാ ശരിക്കും ഒറ്റപ്പെട്ടു പോകുന്നത് ഞാനാ മോളെ. ചേച്ചി കൂടെ ഇല്ലേ അമ്മേ? അമ്മ തനിച്ചാവില്ല.
അവൾക്ക് അവളുടേതായ തിരക്കുകളില്ലേ മോളെ. സഞ്ജുവിനെ പോലെ നീ പോകുമ്പോഴാ എനിക്കൊരു വീർപ്പുമുട്ടൽ. അതാ ഞാൻ ഓരോ പരാതികൾ പറയുന്നത്. എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടായിട്ടാ. സച്ചിയും കാവേരിയും നിന്റെ കൂടെ ഉള്ളത് വലിയൊരാശ്വാസ. കാവേരി പെരുവണ്ണാപുരത്ത് അമ്മയെ തൊഴട്ടെ. ദേവി അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കും. അങ്ങനൊരു ആഗ്രഹത്തിലാ കാവേരി ചേച്ചി വരുന്നത്. സഞ്ജുവിനെ ഒരിക്കൽ കൂടി ആ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചതാ ഞാൻ. സച്ചി അവിടെ പോകണമെന്ന് മുൻപൊരാഗ്രഹം എന്നോട് പറഞ്ഞായിരുന്നു. അവൻ പോകുമ്പോ സഞ്ജുവിനെയും കൂടെ കൂട്ടണമെന്ന് ഞാൻ പറഞ്ഞതാ. സച്ചിക്കിപ്പോ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. എന്തു പറഞ്ഞാലും സഞ്ജു പോവില്ല. അമ്മയുടെ മോന് വേണ്ടി ഇത്തവണ ഞാൻ പൂജ ചെയ്യാമേ. പെരുവണ്ണാപുരത്ത് അമ്മയുടെ ദർശനം കിട്ടാൻ ആഗ്രഹിച്ചാൽ മാത്രം പോരമ്മേ. അതിനൊരു സമയം വരും. അന്നേരം അമ്മ തന്നെ അവിടെ എത്തിക്കും. ഓരോ അനുഭവങ്ങൾ കൊണ്ടാ ഞാനിത് പറയുന്നത്. മോള് പോയിട്ട് വാ. കാവേരിയും സച്ചിയും പോകാൻ ഇറങ്ങിക്കാണും. ഇതെന്തിനാമേ? അവന്റെ ദോഷങ്ങൾ മാറാൻ എന്തൊക്കെ പൂജകളുണ്ടോ അതൊക്കെ എന്റെ മോന് വേണ്ടി മോള് ചെയ്യണം. ശരി അമ്മ. ആഹാ, നിന്നെ സാരി ചുറ്റിക്കാണാൻ നല്ല ഭംഗിയുണ്ട്. നിന്റെ ഉള്ളിലെ പാകതയും പക്വതയൊക്കെ പ്രതിഫലിക്കുന്നത് ഇപ്പോഴാ. മോള് പോയിട്ട് വാ. നീ ദിനേശനോട് അനുവാദം ചോദിച്ചിട്ടാണോ ആ പെണ്ണിന്റെ കൂടെ തുള്ളിച്ചാടി പോകുന്നത്? തൊഴാൻ പോകുന്ന കാര്യേ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ദിനേശേട്ടൻ കറങ്ങാൻ പോയിരിക്കുമല്ലേ, കൂടുതൽ എന്ത് പറയാനാ? അമ്മൂന്റെ കൂടെ അവളുടെ വീട്ടിലേക്കാ പോകുന്നെന്നുള്ള കാര്യം ഇവള് പറഞ്ഞിട്ടുണ്ടാവില്ല വല്യേച്ചി. എങ്കിൽ പിന്നെ ദിനേശന് ഇവളെ പോകാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? ഞാൻ പോകുന്നത് അവിടെയുള്ള ക്ഷേത്രത്തിലേക്കാ. സഞ്ജുവിന് വേണ്ടി 21 ദിവസം പൂജകൾ നടത്തിയ ക്ഷേത്രം അത്. അമ്മുവിന്റെ നാട്ടിലേക്കാണെന്ന് അറിഞ്ഞ ദിനേശേട്ട സമ്മതിക്കില്ലെന്ന് എനിക്ക് നല്ലോണം അറിയാം. നിനക്ക് അങ്ങനെ പോണെങ്കിൽ ആ പെണ്ണിന്റെ കൂടെ പോണോടി. ദിനേശൻ നിന്നെ കൊണ്ടുപോയില്ലേ? അത് നടന്നത് തന്നെ. അവിടെ എത്തുമ്പോ രാത്രിയാവുന്ന കേൾക്കുന്നത്. അല്ല, ഇനി ആ പെണ്ണിന്റെ വീട്ടിൽ ചെന്ന് കിടക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ? എന്താണ് അപ്പച്ചിമാര് തമ്മിലൊരു ചർച്ച? ആ രാജു, ഈ ബാഗ് കൂടെ കാറിലോട്ട് വെക്കടാ. ശരി. അല്ല, ഇന്ന് പോയാൽ നാളെ വരുമെന്നല്ലേ പറഞ്ഞത്? രാത്രി നിങ്ങൾ എവിടെ താമസം? അതൊക്കെ അങ്ങോട്ട് ചെന്നിട്ട് തീരുമാനിക്കാം. അവിടെ വല്ല ഹോട്ടലും ഉണ്ടെന്ന് അന്വേഷിച്ച സച്ചി? അന്വേഷിക്കാതെ ഞാൻ പോവോ? ക്ഷേത്രത്തിനടുത്ത് 2 ഹോട്ടലുണ്ടെന്ന് അമ്മ പറഞ്ഞു. ഞങ്ങളെ ഹോട്ടലിൽ റൂം എടുക്കും. പറ്റുമെങ്കിൽ ദീപാരാധന കണ്ടു തൊഴും. രാവിലെ നിർമാല്യം തൊഴും. പൂജകളൊക്കെ രാവിലെ നടക്കൂ. അവളോ? ആ അമ്മു അവളെ വീട്ടിൽ വിടുവോ? അതെങ്ങനെ ശരിയാവും? എനിക്ക് കൂട്ട് വേണ്ടേച്ചി. പകലെ അവൾ അവളുടെ വീട്ടിൽ പോയിട്ട് വരട്ടെ. അങ്ങനെയാണെങ്കിൽ കൊള്ളാം. വീട്ടുപണിക്കാരിയുടെ വീട്ടിൽ ചെന്ന് കിടന്നെന്ന അപമാനം നമുക്കൊഴിവായും കിട്ടും. എന്നാ ഇറങ്ങാം. വാ, പോയിട്ട് വരട്ടെ. രാജു, പോയിട്ട് വരാം. ശരി ചേച്ചി, ഞാൻ പോയിട്ട് വരട്ടെ. തിരിച്ചു വരുന്നത് പുതിയൊരാളായിട്ടാവണം. ഇളയമ്മ, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? എല്ലാം ഓർമ്മയുണ്ട്. ശരി, വാ, കേറല്ലേ. വേലക്കാരിയെ വീട്ടിലേക്ക് യാത്രയാക്കുന്നത് കണ്ടില്ലേ? എന്റെ ശരീരം വിറഞ്ഞു കയറി വരിക. അവൾ ആഘോഷമായി തന്നെ പോട്ടെ. ഇതവളുടെ അവസാനത്തെ യാത്രയല്ലേ? കാവേരിക്കും സച്ചിക്കൊപ്പം അവൾ മംഗലശ്ശേരിയിലേക്ക് തിരിച്ചു വരില്ല. ഇതവളുടെ അവസാനത്തെ യാത്രയാണ്.
സഞ്ജു ആണല്ലോ. ഹലോ, എന്താ സഞ്ജു? എടാ, അവര് പെരുവണ്ണപുരത്ത് പോയടാ. ഇപ്പൊ പോയതേ ഉള്ളൂ. ഞാൻ ആകെ ടെൻഷനിലാടാ. മനസ്സ് കൈവിട്ട് പോവാ. സച്ചിയുടെ കാര്യത്തിൽ ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. അവനാണെങ്കിൽ അമ്മൂനോടുള്ള പ്രേമം തലയ്ക്ക് പിടിച്ച് നടക്കുക. അവൻ അവളുടെ വീട്ടിൽ ചെന്ന് കയറൂടാ. അവൻ ബന്ധം സ്ഥാപിക്കാൻ പോകുന്ന വീടായിട്ടല്ലേ കാണൂ. അങ്ങനെ ഒരു പേടി വേണ്ട സഞ്ജു. വല്യപ്പച്ചിയും കാവേരിയപ്പച്ചിയും ഇറങ്ങാൻ നേരവും അത് പറഞ്ഞു. അമ്മൂന്റെ വീട്ടിൽ പോവാതെ ഹോട്ടലിൽ മുറിയെടുക്കാൻ അപ്പച്ചിമാർ രണ്ടുപേരും സച്ചിയോട് കർശനമായി പറഞ്ഞിട്ടുണ്ട്. സച്ചി അത് സമ്മതിക്കുകയും ചെയ്തു. ഇന്നലെ രാത്രി ലക്ഷ്മിയോട് ഞാൻ ആ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. നീ രണ്ടുപേരെയും വിളിച്ച് ഒരു കാരണവശാലും ലക്ഷ്മിയുടെ വീട്ടുകാരുമായി സച്ചിയെ സഹകരിപ്പിക്കരുതെന്ന് പറയണം. നമ്മളെപ്പോലെ അവർക്കും അതറിയില്ലേ? എന്താ കാവേരിയപ്പച്ചിയുടെ തീരുമാനം? ഹോട്ടലിൽ താമസിക്കാനോ അതോ ലക്ഷ്മിയുടെ വീട്ടിൽ പോകാനോ? അതെങ്കിൽ നീ ഒന്ന് അന്വേഷിച്ചോ. ചേച്ചിമാരോട് നിന്റെ കാവേരിയപ്പച്ചി പറഞ്ഞത് അമ്മൂന്റെ കൂടെ ഹോട്ടലിൽ താമസിക്കുന്ന. എന്നാ സത്യതല്ല. അവർ ഇന്ന് രാത്രി അമ്മൂന്റെ വീട്ടിൽ തന്നെ കഴിയുന്നത്. അവരവിടെ എത്തുമ്പോ രാത്രിയാവും. അപ്പൊ തന്നെ അവർ സച്ചിയെ ഹോട്ടലിലേക്ക് പറഞ്ഞു വിടും. യാത്രാക്ഷീണം കൊണ്ട് അവൻ ഹോട്ടലിലേക്ക് പോവും. നീ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. എടാ, രാവിലെ അവൻ വണ്ടി എടുത്ത് ആ വീട്ടിൽ പോവില്ലേ? അത് സംഭവിക്കും. എങ്കിലേ നീ ലക്ഷ്മിയെ വിളിച്ച് ഞാൻ പറയുന്ന പോലെ അങ്ങ് പറയണം. അതിരാവിലെ സച്ചി ആ വീട്ടിലെത്തുന്നതിന് മുൻപ് അവരോട് ക്ഷേത്രത്തിലെത്താൻ പറയണം. അവിടുന്ന് വീണ്ടും ആ വീട്ടിലേക്ക് പോവാതെ തിരിച്ചു വരാനും പറയണം. ഞാൻ മുന്നേ വിളിച്ച് പറയാം. എടാ, നമ്മുടെ ഈ പ്ലാൻ സക്സസ് ആയ പിന്നെ പേടിക്കാനൊന്നുമില്ല. നീ സമാധാനത്തോടെ പോയിക്കോ. ആരെ വിശ്വസിച്ചില്ലെങ്കിലും നിനക്ക് അമ്മൂനെ വിശ്വസിക്കാം. നിനക്ക് ദോഷമുണ്ടാവുന്ന ഒന്നും അവൾ ചെയ്യില്ല. നമ്മളെക്കാൾ അവൾക്ക് കരുതലുണ്ട്. എല്ലാം ഞാൻ നിന്നെ ഏൽപ്പിക്കുക. ആ നാട്ടിൽ ഫോണിന് റേഞ്ച് ഒന്നും കിട്ടില്ല. അവരവിടെ എത്തുന്നതിന് മുൻപ് എന്റെ ടെൻഷൻ നീ ലക്ഷ്മിയോട് പറയണം. ശരിടാ. ഓക്കെടാ. സച്ചിയുടെ സ്വഭാവം വെച്ച് അമ്മൂനവനെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രഹസ്യങ്ങൾ എത്ര കാലം മൂടിവെക്കാനാ? അതെപ്പോഴായാലും പുറത്തു വരിക തന്നെ ചെയ്യും. കുടിക്കാൻ എന്തെങ്കിലും വേണോ? വേണമെങ്കിൽ പറയാൻ മടിക്കരുത്. എനിക്കൊന്നും വേണ്ട. എനിക്കെന്തെങ്കിലും വേണം സച്ചി. ഹോട്ടലിലൊന്നും കയറണ്ട. റോഡരികിലേ കരിക്ക് കിട്ടുമോ നോക്ക്. ക്ഷീണം മാറാൻ നല്ലതാ. അതിനെന്താ, അപ്പച്ചി പറയാത്തന്റെ താമസം മാത്രമേ ഉള്ളൂ. ഇറങ്ങി വാമോ. കുറെ നേരം ആയില്ലേ ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്. സച്ചി എത്ര സ്മാർട്ടാണല്ലേ. നമ്മളെയൊക്കെ എത്ര ശ്രദ്ധയോടെ അവൻ കെയർ ചെയ്യുന്നത്. കൂട്ടുകാരൻ എല്ലാരോടും അങ്ങനെയാ. വലിപ്പച്ചെറുപ്പൊന്നുമില്ല. എപ്പോഴും അവന്റെ മുഖത്തൊരു ചിരി കാണും. അവൻ ഇന്ന് വരെ ദേഷ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല. വലിയ കോടീശ്വരന്റെ മോനാ. വീട്ടിലെ കാര്യങ്ങൾ വല്ലതും നിന്നോട് അവൻ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയുള്ള സംസാരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മുകുന്ദേട്ടന്റെ അടുത്ത സുഹൃത്തായിരുന്നു അവന്റെ അച്ഛൻ. മുകുന്ദേട്ടന്റെ മരണശേഷം ആ നല്ല ബന്ധം മക്കൾ വഴിയായി. അവന് വിവാഹാലോചനകളൊക്കെ നടക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. അവന്റെ ജീവിതത്തിലേക്ക് വരുന്ന പെണ്ണ് ഭാഗ്യവതിയായിരിക്കും. കൂട്ടുകാരൻ അതുപോലെ നല്ലൊരു പെൺകുട്ടിയെ കിട്ടട്ടെ. എന്റെ പ്രാർത്ഥനയും അതാ. നിന്നോടെ അവൻ നല്ല ചങ്ങാത്തത്തിലാണല്ലോ. അതല്ലേ കൂടെ വരാന്ന് സമ്മതിച്ചത്? അത് ചേച്ചി പറഞ്ഞിട്ടാ. കൂട്ടുകാരനെ ബുദ്ധിമുട്ടിച്ചതിന്റെ വിഷമം എനിക്കുണ്ട്. എന്നാലേ സച്ചി വലിയ സന്തോഷത്തില. എന്തോ ഒരു കാര്യസാധ്യം നടക്കാൻ പോകുന്നതിന്റെ ത്രില്ലിലവൻ. എന്ത് കാര്യസാധ്യം? അവന്റെ മട്ടും ഭാവം കണ്ടപ്പോ എനിക്കങ്ങനെ തോന്നിയതാ. ക്ഷേത്രത്തിൽ പോവാൻ കഴിയുന്നതിന്റെ സന്തോഷാവും.